സംശയരോഗവും വിഷാദവും ഒക്കെ മനുഷ്യരുടെ മനസ്സിനെ നിയന്ത്രിക്കാനാകാത്ത അപകടകരമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കാറുണ്ട്. മാനസിക വൈകല്യങ്ങൾ തിരിച്ചറിയാതെ പോകുമ്പോൾ അതൊരു വ്യക്തിയെ മാത്രമല്ല ബാധിക്കുക, അവരുടെ കുടുംബവും മക്കളുമൊക്കെ ഇതിൻ്റെ ഇരകളാകുകയാണ്. കേരളത്തിൽ ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ദുരന്തങ്ങൾ സംഭവിച്ചത് കുടുംബങ്ങളിലാണ്. ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി ജീവനെടുക്കുന്ന സംഭവങ്ങൾ നിത്യേന നമുക്ക് കേൾക്കാൻ കഴിയും. അതിൻ്റെ കാരണങ്ങൾ തേടിപ്പോയാൽ കുടുംബ പ്രശ്നവും സാമ്പത്തിക ബാധ്യതയും മദ്യവും ലഹരിയും സംശയരോഗവും ഒക്കെ വില്ലനാകാറുണ്ട്. കോട്ടയം പാലായിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിലും ഇത്തരം പല കാരണങ്ങളും ഉണ്ടാകാം. എന്താണ് റബ്ബർ തോട്ടത്തിന് നടുവിലുള്ള ആ ഒറ്റപ്പെട്ട വീട്ടിൽ സംഭവിച്ചത്? പോലീസ് പട്രോൾ പരിശോധിക്കുന്നു. സ്വാഗതം. കോട്ടയം അകലക്കുന്നം സ്വദേശി ജെയ്സണും മെറീനയും വർഷങ്ങൾക്ക് മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. സാമ്പത്തികമായി വലിയ നിലയിൽ ജീവിച്ചു വന്ന മെറീന വീട്ടുകാരെ എതിർത്ത് തന്നേക്കാൾ 16 വയസ്സ് പ്രായക്കൂടുതലുള്ള ഓട്ടോ ഡ്രൈവറായ ജെയ്സണൊപ്പം ഇറങ്ങിപ്പോരുകയായിരുന്നു. വിവാഹശേഷം പാലാ പൂവിരണയിൽ വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പുറമെ കാണുമ്പോൾ സന്തുഷ്ട കുടുംബം. ഇവർക്ക് 3 കുട്ടികളുമുണ്ടായി. അങ്ങനെ ഇരിക്കെയാണ് പുലർച്ചെ പാലാ പൂവിരണയിലെ വീട്ടിൽ നിന്ന് കൂട്ടമരണത്തിൻ്റെ ഒരു നടുക്കുന്ന വാർത്ത കേട്ടത്. ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി ജെയ്സൺ ആത്മഹത്യ ചെയ്തെന്നാണ് നിഗമനം. മരണത്തിൽ ദുരൂഹതകളില്ലെങ്കിലും ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ല. ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച ശേഷമാണ് ഈ കൊലപാതകം നടന്നത് എന്നാണ് പോലീസ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം. അമ്മയുടെ അടുത്തേക്ക് പോകുന്നു, മറ്റ് വീട്ടിലുള്ള സാധനങ്ങൾ ജ്യേഷ്ഠന് കൈമാറണം എന്ന് ഹൗസ് ഓണർക്ക് ഒരു കുറിപ്പ് എഴുതി വെച്ച ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ 7 മണി വരെ ഇയാൾ ജീവിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം രാവിലെ 7 മണിക്കാണ് ജ്യേഷ്ഠനെ വിളിച്ച് വീട്ടിലേക്ക് വരണം എന്ന് ആവശ്യപ്പെട്ട ശേഷം ഇയാളും ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ പോസ്റ്റ്മോർട്ടം പരിശോധന പൂർത്തിയായി. ഉച്ചയ്ക്ക് ഏതാണ്ട് 3 മണി വരെയോളം ഇൻക്വസ്റ്റ് നടപടികൾ ഉണ്ടായിരുന്നു. 5 മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ. എല്ലാവരെയും തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം പരിശോധനയിലും അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് ദുരൂഹതകൾ, പുറത്ത് നിന്നാരും ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നതടക്കം ഉള്ള കാര്യങ്ങളും പോലീസ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് കൊലപാതക കാരണം എന്നത് സംബന്ധിച്ചുള്ള യാതൊരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. ഇയാളുടെ സുഹൃത്തുക്കളടക്കം പലരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് പൈസ കടം വാങ്ങാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതുതന്നെയാണോ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചത് എന്നത് ഇനിയും വ്യക്തമല്ല. പോലീസ് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് സംശയം, ഈ പെൺകുട്ടിയുമായി പ്രണയവിവാഹമായിരുന്നു. 28 വയസ്സായിരുന്നു പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത്. 42 വയസ്സിന് മുകളിൽ പ്രായം ജെയ്സണ് ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി അകന്നു തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട എല്ലാം പോലീസ് വിശദമായ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഒക്കെ നടത്തി വരികയാണ്. എന്തായാലും 7 മാസം പ്രായമായ കുഞ്ഞ്, 2 വയസ്സ് ഉള്ള കുഞ്ഞ്, 4 വയസ്സുള്ള കുഞ്ഞ്, ഈ കുരുന്നുകളെ കൂടി തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ഇയാൾ ഭാര്യയും കൊന്ന ശേഷമാണ് ഇങ്ങനൊരു സംഭവം, ആത്മഹത്യയിലേക്ക് അയാൾ പോയത് എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം. എന്തായാലും വലിയ വേദനയിലാണ് നാട്ടുകാർ. ഈ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരടക്കം ഇതിൻ്റെ ഒരു വലിയ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും ദാരുണമായ ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് കോട്ടയം പാലാ പൂവരണി ഉണർന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അച്ഛനും അമ്മയും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളുടെ ഇരകളാകുന്നത് പലപ്പോഴും കൊച്ചുകുട്ടികളാണെന്ന കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. പാലായിൽ പിതാവിൻ്റെ ക്രൂരതയിൽ 3 കൈക്കുഞ്ഞുങ്ങളുടെ ജീവനാണ് ഇല്ലാതായതെങ്കിൽ കൊല്ലം തൊടിയൂരിൽ അമ്മയാണ് മക്കളെ തീ കൊളുത്തി ജീവനൊടുക്കിയത്. തൊടിയൂർ സാഫല്യത്തിൽ വീട്ടിൽ അർച്ചന
ആശുപത്രിയിൽ എത്തും മുൻപേ മരിച്ചിരുന്നു. 7ഉം 2ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഗുരുതരാവസ്ഥയിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സൂഡാനിൽ നഴ്സായിരുന്ന അർച്ചന ഏതാനും നാളുകൾക്ക് മുൻപാണ് നാട്ടിൽ തിരിച്ചെത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണ് സംഭവത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. രാവിലെയാണ് അർച്ചനയെയും 2 മക്കളെയും പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. മക്കളെയും കൂട്ടി യുവതി ടിന്നർ ഒഴിച്ച് തീ കൊളുത്തി ജീവനൊടുക്കാൻ ശ്രമിച്ചതാണെന്നാണ് വിവരം. പത്തനംതിട്ട സ്വദേശിയാണ് 33-കാരിയായ അർച്ചന. മക്കളായ 7 വയസ്സുകാരി അനാമിക, 2 വയസ്സുകാരൻ ആരവ് എന്നിവർ ഗുരുതരാവസ്ഥയിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബകലഹമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. വീടിന്റെ വാതിൽ അടച്ച് കിടപ്പുമുറിയിൽ എത്തിയാണ് അർച്ചന തീ കൊളുത്തിയത്. പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ എത്തി കതക് ചവിട്ടി തുറക്കുകയായിരുന്നു. ഉടൻ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അർച്ചനയുടെ ജീവൻ രക്ഷിക്കാനായില്ല. രണ്ട് കുഞ്ഞുങ്ങളുടെയും കൂടെ നിലവിളി കേട്ടു. അപ്പൊ അവിടെ സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങൾ അടി വെച്ച് കരയാറുണ്ട് അല്ലയോ? അപ്പൊ അങ്ങനെയാണെന്ന് വിചാരിച്ച് അപ്പൊ വീണ്ടും കരഞ്ഞപ്പോ എന്താ അമ്മയെ വിളിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പം പിന്നെ പുക വരുന്ന കണ്ടുകൊണ്ട് ഓടി ഞാനും അവിടെ ചെന്ന് ഇതിനെ വിളിച്ചു, വാലിയ മോളെ മുന്നോട്ട് ഇറങ്ങണം. അന്നേരം എന്താ അമ്മയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പുക വരും. അപ്പൊ അതിന്റെ വല്യമ്മാൻ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങി വാ. അപ്പോൾ അവിടെ പുക വരുന്നു. പിന്നെ എനിക്ക് സുഡാനിൽ നഴ്സായിരുന്നു അർച്ചന. പെയിന്റിംഗ് തൊഴിലാളിയായ തൊടിയൂർ സ്വദേശി മനുവാണ് അർച്ചനയുടെ ഭർത്താവ്. മൃതദേഹം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. അമ്മയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിക്കൊന്നത് നേരിൽ കാണേണ്ടി വന്നതിന്റെ നടുക്കത്തിലാണ് തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്തെ ബിരുദ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി. കഴിഞ്ഞ രാത്രിയാണ് പൗടിക്കോണം സ്വദേശി ബിനു എന്ന യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി ചെങ്കോട്ടുകോണം സ്വദേശിനി സരിതയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തിയത്. ആക്രമണം നടത്തിയ ബിനു പൊള്ളലേറ്റ് ചികിത്സയിലാണ്. സംഭവം നടക്കുമ്പോൾ സരിതയും മകളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ക്രൂരമായ കൊലപാതകത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ബിനുവിന്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ആയയാണ് സരിത. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചേങ്കോട്ടുകോണം മേലേക്കുണ്ടയത്ത് താമസിക്കുന്ന സരിതയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രി എത്തിയ ബിനു വാക്ക് തർക്കത്തിനിടെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ യുവതിയുടെ ദേഹത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. കന്നാസിൽ 5 ലിറ്റർ പെട്രോളുമായിട്ടാണ് ഇയാളെത്തിയത്. തീ കത്തിച്ചപ്പോൾ ബിനുവിന്റെ ദേഹത്തും തീ പടർന്നു. നിലത്ത് കിടന്നുരുണ്ടിട്ടും കെടാതെ വന്നതോടെ ഇയാൾ വീടിന് പിന്നിലെ കിണറ്റിലേക്ക് എടുത്ത് ചാടി. സരിതയുടെ മകളുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് തലതത്തി വേണ്ടിയിരുമ്പോഴാണ് ഈ വെട്ടം ഇങ്ങനെ തീരെ ആ ഒരു ഇത് കണ്ടത്. അപ്പോൾ ഒരു വിളിയും കേട്ടു. അങ്ങനെ ഞാൻ ഓടി വന്നപ്പോൾ ഒരാണ് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അയാൾ ഈ ഒരു സൈഡ് കത്തായിരുന്നു. അയാളെ ഞാൻ തിരിച്ചിട്ടപ്പോൾ ആ തീ അണഞ്ഞു. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് വീണ്ടും ഈ കൊച്ചു അവിടെ കിടക്കുന്നുണ്ട്. ഞാനവിടെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു. ആ ഷീറ്റ് എടുത്തിട്ട് കുറച്ച് തീ അണഞ്ഞപ്പം പിന്നെ മോൾ വന്ന് വെള്ളവും കോരി വീഴ്ത്തിയത് അണച്ചു. അപ്പോഴാണ് ഈ പുള്ളിക്കാരെ ഇവിടെ നിന്ന് ഏച്ചു പോയി കണ്ടിച്ചടയുന്നത്. പിന്നാലെ കഴക്കൂട്ടത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം ബിനുവിനെ കിണറ്റിൽ നിന്ന് കരക്കെത്തിച്ചു. ഇയാൾക്കും 50% പൊള്ളലേറ്റിട്ടുണ്ട്. ഗുരുതരാവസ്ഥയിലായിരുന്ന സരിത രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. പെട്രോളിന് പുറമെ ബിനുവിന്റെ സ്കൂട്ടറിൽ വെട്ടുകത്തിയും മുളകുപൊടിയും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇത്രയും സന്നാഹത്തോടെ എത്തിയതുകൊണ്ട് തന്നെ കൊല്ലാനുറച്ചാണ് എത്തിയതെന്നാണ് പോലീസ് നിഗമനം. കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറ്റുന്ന സമയത്ത് ചിട്ടിപ്പണയത്തിന്റെ കാര്യത്തെപ്പറ്റി ഇയാൾ അവ്യക്തമായി പറയുന്നുണ്ടായിരുന്നു. എന്തിനാ കത്തിയായിട്ട് വന്നേ? വണ്ടിക്കകത്തിരിക്കുന്നുണ്ടോ? അത് ഞാൻ പണിക്ക് പോണതാണ്. മുളക് പൊടി എന്തിനായിരുന്നു? കൂടി അവള് കൊണ്ടുവന്നതാ. ആ വണ്ടിയാറ നിങ്ങളുടെ അല്ലേ? പെട്രോൾ എവിടെ നിന്ന് മേടിച്ചേ? പമ്പൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്താ കാര്യം? എനിക്കറിയില്ല. എനിക്ക് ചിട്ടി പൈസ കൊണ്ട് തരണം. പെട്രോൾ മാറ്റോണ്ട് തരണേ ചേട്ടാ എന്ന് പറഞ്ഞു. ബിനുവിന് ബോധം തെളിഞ്ഞ് സംസാരിക്കാനായാൽ മാത്രമേ സംഭവത്തിന്റെ യഥാർത്ഥ ചിത്രം പുറത്തുവരൂ.
ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നോ എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ബിനുവിന്റെ മകൾ പഠിക്കുന്ന സ്കൂളിലെ ആയയാണ് സരിത. കാലങ്ങളായി ഇരുവരും തമ്മിൽ പരിചയമുണ്ട്. ബിനുവും സരിതയും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുമ്പോൾ സരിതയുടെ ബിരുദ വിദ്യാർത്ഥിയായ മകൾ വീട്ടിലുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കഴക്കൂട്ടം. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ മൃഗീയമായി മർദ്ദിച്ചത് 4 പേരാണ്. സിൻജോ ജോൺസണും കാശിനാഥനും അമലും അരുണും ചേർന്ന് ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നു. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. അതിനിടെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ കാന്തനാഥൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷനല്ല, സർവീസിൽ നിന്ന് തന്നെ പുറത്താക്കുകയാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ട് സിദ്ധാർത്ഥിന്റെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. മരണത്തിൽ പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും കുടുംബം പറയുന്നു. സിദ്ധാർത്ഥന്റെ മരണം അറിഞ്ഞതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ടെന്നും എല്ലാം നിയമപരമായി ചെയ്തുവെന്നുമാണ് ഡീനും അസിസ്റ്റന്റ് വാർഡനും വിശദീകരണം നൽകിയത്. സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്ക് നേരിട്ട് പോവുകയും അതിനുശേഷം ഹോസ്റ്റൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും ചെയ്തുവെന്നും മറുപടിയിൽ സൂചിപ്പിച്ചിരുന്നു. മറുപടി തൃപ്തികരമല്ലെന്നും ഇവർ സ്ഥാനത്ത് തുടരുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് PC ഇരുവരെയും സസ്പെൻഡ് ചെയ്തത്. പോലീസിന്റേതുൾപ്പെടെയുള്ള നിയമ നടപടികൾക്ക് പൂർണ്ണ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്ത VC കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന് ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കി. അതേസമയം സസ്പെൻഷനല്ല, സർവീസിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടതെന്നാണ് സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ പ്രതികരണം. ഇപ്പൊ കറക്റ്റായി ഡീനിന് വ്യക്തമായ തെളിവുള്ളതുകൊണ്ടാണ്, പങ്കുള്ളതുകൊണ്ടാണ് ഡീന് പുറത്തു പോയത്. ഇനി ഡീന് സസ്പെൻഷനിൽ ഡീന് നിൽക്കില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് അത് മാത്രമല്ല ഞാൻ ചോദിച്ചത്, ഡീന് സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം. ഡിസ്മിസ് ചെയ്ത് മാറ്റി നിർത്തിയിട്ട് കൊലക്കുറ്റത്തിന് വിചാരണ നേരിടണം. അതിന് വ്യക്തമായ പങ്കുണ്ട് ഡീനിന്. അവിടെ പീഡനം നടന്ന സമയത്തും ഈ മർദ്ദനം നടന്ന സമയത്തും ഡീന് അത് പോയിട്ടുണ്ട്, അതുവഴി നോക്കിപ്പോയിട്ടുണ്ട്. എല്ലാവർക്കും വ്യക്തമായ വിവരമുണ്ട്. ഡീന് പോയതും ഈ കാന്തനാഥൻ അസിസ്റ്റന്റ് വാർഡും പോയി 3 ദിവസം നടന്നിട്ട് ആ പരിസരത്ത് പോയി എല്ലാ ഏരിയയിലും പോയിട്ട് ഈ പീഡനം നടന്നത്, ഈ മർദ്ദനം നടന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഡീന് ഈ പ്രത്യേക അഴിച്ചിറക്കിയത് ഡീനിന്റെ സാന്നിധ്യത്തിലാണ്. അതിന് വ്യക്തമായ തെളിവുണ്ട്. അത് പോലീസിന് ചെയ്യേണ്ട പണിയാണ് ഡീന് ചെയ്തത്. ആരാച്ചാരെ പോലെ ഡീന് എന്താ പണി ചെയ്യുന്നത്? അതിനിടെ സിദ്ധാർത്ഥനെ മൃഗീയ പീഡനത്തിനിരയാക്കിയപ്പോൾ ഏറ്റവും ക്രൂരമായി മർദ്ദിച്ചത് കൊല്ലം സ്വദേശികളായ RS കാശിനാഥൻ, സിൻജോ ജോൺസൺ, വയനാട് മാനന്തവാടി സ്വദേശികളായ അമൽ ഇഹ്സാൻ, K അരുൺ എന്നിവരാണെന്ന് പോലീസ് കണ്ടെത്തി. പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും അച്ഛൻ ജയപ്രകാശ് പ്രതികരിച്ചു. സംഭവത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധവും തുടരുകയാണ്. ന്യൂസ് 18 വയനാട്. K സുധാകരൻ KPCC പ്രസിഡന്റായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലുമായുള്ള ബന്ധം പുറത്തുവരുന്നത്. സുധാകരന്റെ സാന്നിധ്യത്തിൽ 10 ലക്ഷം രൂപ മോൻസന് കൈമാറിയെന്ന വെളിപ്പെടുത്തൽ വന്നതോടെ അദ്ദേഹം പ്രതിക്കൂട്ടിലായി. അത് വലിയ രാഷ്ട്രീയ വിവാദവുമായതാണ്. പിന്നീട് കേസും അറസ്റ്റുമൊക്കെ. ഒടുവിൽ മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ K സുധാകരനെ 2ാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എറണാകുളം ACJM കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് എബിൻ എബ്രഹാമാണ് 3ാം പ്രതി. മോൻസൺ മാവുങ്കൽ വ്യാജ ഡോക്ടറാണെന്ന് അറിയാമായിരുന്നിട്ടും K സുധാകരൻ അത് മറച്ചുവെക്കാൻ ശ്രമിച്ചു. മോൻസന്റെ വീട്ടിലുണ്ടായിരുന്ന വ്യാജ പുരാവസ്തുക്കൾ യഥാർത്ഥത്തിലുള്ളതാണെന്ന നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണത്തിന് കൂട്ടുനിന്നു എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. മോൻസന്റെ വീട്ടിൽ വെച്ച് 25 ലക്ഷം രൂപ പരാതിക്കാരിൽ ഒരാൾ കൈമാറുമ്പോൾ സുധാകരൻ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും അതിൽ 10 ലക്ഷം രൂപ സുധാകരൻ നൽകിയെന്നുമായിരുന്നു ഡ്രൈവറുടെ മൊഴി. ഇതും കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2018 സുധാകരന്റെ സാന്നിധ്യത്തിലാണ് മോൻസൺ മാവുങ്കലിന് പണം കൈമാറിയതെന്ന് കേസിലെ പരാതിക്കാരനായ അനൂപ് അഹമ്മദ് മൊഴി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ കേസിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചു എന്നത് രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണെന്ന് ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ജൂണിൽ
ക്രൈംബ്രാഞ്ച് കെ സുധാകരനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരുന്നു. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ തുടർന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നടപടി. തുടർന്ന് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കെ സുധാകരനെ ചോദ്യം ചെയ്തിരുന്നു. പണം വാങ്ങുന്നത് കണ്ടുവെന്ന് മോൻസന്റെ മുൻ ജീവനക്കാരൻ ജിൻസണും മൊഴി നൽകിയതാണ്. മോൻസണിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം സുധാകരൻ നേരത്തെ തള്ളിയിരുന്നു. കെ സുധാകരൻ കണ്ണൂരിൽ വീണ്ടും മത്സരിക്കാനൊരുങ്ങി നിൽക്കുമ്പോഴാണ് കുറ്റപത്രം വന്നിരിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ക്രിമിനൽ സംഘങ്ങളും ലഹരി ഇടപാടുകാരും വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിച്ചാണിപ്പോൾ വാഹനങ്ങളിൽ ചീറിപ്പായുന്നത്. ചില ബൈക്കുകളിൽ നമ്പർ പ്ലേറ്റുകൾ പോലും കാണില്ല. ശബ്ദം കൂടിയ സൈലൻസറും ഘടിപ്പിക്കും. പോലീസ് കൈകാണിച്ചാൽ നിർത്താനും ഈ അക്രമി സംഘങ്ങൾ തയ്യാറല്ല. ഇടുക്കി കട്ടപ്പനയിൽ വാഹന പരിശോധനയ്ക്കിടെ ഇങ്ങനെയൊരു വാഹനം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പോലീസ് വാഹനം പരിശോധിക്കുന്നതിനിടെ SIയെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്പലക്കവല സ്വദേശി ആദർശാണ് പിടിയിലായത്. കൈക്കും വയറിനും പരിക്കേറ്റ SI സുനേഖ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 കട്ടപ്പന നഗരത്തിൽ TB ജംഗ്ഷനിലാണ് സംഭവം. പട്രോളിങ്ങിനിടെ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്ക് അമിത വേഗത്തിൽ വരുന്നത് കണ്ട് തടഞ്ഞപ്പോഴാണ് SI NJ സുനേഖിനെ ബൈക്ക് ഓടിച്ചിരുന്ന അമ്പലക്കവല സ്വദേശി ആദർശ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ബൈക്ക് പിന്നോട്ടെടുത്ത് റോഡരികിലെ ഭിത്തിയോട് ചേർത്ത് ഉദ്യോഗസ്ഥനെ ഞെരുക്കിയ ശേഷം രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഉടനെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് യുവാവിനെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കി. പ്രതിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്നും ഓടിച്ചിരുന്ന ബൈക്ക് കോഴിക്കോട് സ്വദേശിയുടെ പേരിലുള്ളതാണെന്നും പോലീസ് പറയുന്നു. മുന്നിലെയും പിന്നിലെയും നമ്പർ പ്ലേറ്റ് ഇളക്കി മാറ്റിയും ശബ്ദം കൂടിയ സൈലൻസർ ഘടിപ്പിച്ചും ബൈക്കിന് രൂപമാറ്റം വരുത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപകടപ്പെടുത്താൻ ശ്രമിച്ചതിനുൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 ഇടുക്കി. കൃത്യനിർവഹണത്തിനിടെ പോലീസുകാർക്ക് നേരെ പലയിടങ്ങളിലും ആക്രമണം ഉണ്ടാകാറുണ്ട്. ഇടുക്കി അടിമാലിയിൽ കാർ പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പോലീസുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ 2 പേർ പിടിയിലായിട്ടുണ്ട്. പോലീസുകാരനെ വാഹനത്തിൽ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. വെള്ളത്തൂവൽ സ്റ്റേഷനിലെ CPO അനീഷിനാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. അടിമാലി ടൗണിലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് വാങ്ങാൻ എത്തിയതായിരുന്നു അനീഷ്. കടയ്ക്ക് സമീപം വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി. പിന്നീട് ഇവിടെ നിന്നും അനീഷ് വീട്ടിലേക്ക് മടങ്ങവേ മൂവർ സംഘം ബൈക്കിൽ വാഹനത്തെ പിന്തുടർന്നു. 200 ഏക്കറിൽ വെച്ച് കാർ തടഞ്ഞ് ബൈക്കിലുണ്ടായിരുന്നവർ ബോണറ്റിലടിച്ചു. ഇത് ചോദ്യം ചെയ്തതോടെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് അനീഷിന്റെ കയ്യിൽ കുത്തുകയായിരുന്നു. സംഭവത്തിൽ അത്തിക്കുഴിയിൽ സന്തോഷ്, ലജു എന്നിവർ അറസ്റ്റിലായി. ഒരാൾ കൂടി പിടിയിലാവാനുണ്ട്. ഇവർ ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. അനീഷ് അടിമാലിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് 18 ഇടുക്കി. മാധ്യമപ്രവർത്തകർക്കിടയിലെ വിവാദ നായകൻ M രാധാകൃഷ്ണനെ കുറിച്ച് പോലീസ് പെട്രോൾ നേരത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. നടുറോഡിൽ യുവതിയെ അപമാനിച്ചെന്ന കേസിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റായ M രാധാകൃഷ്ണനെ പ്രതി ചേർത്തു. പരാതി ശരിവെക്കുന്ന തരത്തിൽ സംഭവം ഉണ്ടായെന്ന് വ്യക്തമായതോടെയാണ് പോലീസിന്റെ നടപടി. പരാതിക്കാരി രാധാകൃഷ്ണനെതിരെ രഹസ്യമൊഴിയും നൽകി. തിരുവനന്തപുരം പ്രസ് ക്ലബ് പ്രസിഡന്റ് M രാധാകൃഷ്ണൻ സദാചാര ആക്രമണത്തിനു പിന്നാലെ ലൈംഗിക അധിക്ഷേപ കേസിൽ കൂടി പ്രതിയായി. തലസ്ഥാന നഗരത്തിലെ റോഡിൽ വെച്ച് യുവതിയെ ലൈംഗികാധിക്ഷേപം ചെയ്ത് സംസാരിച്ചെന്ന കേസിലാണ് പ്രതിയാക്കിയത്. ഫെബ്രുവരി 3 രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം. ജനറൽ ആശുപത്രി പരിസരത്തെ പമ്പിൽ വെച്ച് സ്കൂട്ടറിൽ സഞ്ചരിച്ച യുവതിയോടാണ് അപമര്യാദയായ പെരുമാറ്റം.
യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ഇരുവരും സംസാരിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തതോടെ യുവതിയുമായി സംസാരിച്ചെന്നും പക്ഷേ അപമാനിച്ചിട്ടില്ലെന്നും മൊഴി നൽകി. ഇത് രണ്ടും പരാതി ശരിയാണെന്നതിന്റെ തെളിവാണെന്ന് കാണിച്ചാണ് കന്റോൺമെന്റ് പോലീസ് രാധാകൃഷ്ണനെ പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. സ്ത്രീകളോട് മോശമായി സംസാരിച്ചെന്ന IPC 354A എന്ന ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഇതിന് പിന്നാലെ പരാതിക്കാരിയുടെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തി. ജാമ്യം ലഭിക്കുന്ന വകുപ്പായതിനാൽ ഉടൻ അറസ്റ്റില്ലെന്നും പകരം കുറ്റപത്രം കോടതിയിൽ നൽകാനുമാണ് പോലീസിന്റെ തീരുമാനം. നേരത്തെ മാധ്യമപ്രവർത്തകയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി സദാചാര അതിക്രമം നടത്തിയ കേസിൽ രാധാകൃഷ്ണൻ ജയിലിലായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരുപാട് പാവപ്പെട്ടവരും സാധാരണക്കാരുമായ വ്യക്തികളെ കബളിപ്പിച്ച് പണം തട്ടിയവരാണ് തിരുവല്ല പുല്ലാട് G&G ഫിനാൻസ് സ്ഥാപന ഉടമകൾ. നിക്ഷേപ തട്ടിപ്പിൽ 2 പേർ പിടിയിലായെങ്കിലും ഒളിവിൽ കഴിയുന്ന പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് നിക്ഷേപകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. കോയിപ്പുറം പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു പ്രതിഷേധ സമരം. $300 കോടിയുടെ തട്ടിപ്പ് നടത്തിയ G&G ഫിനാൻസ് കേസിൽ 1ഉം 3ഉം പ്രതികളും ഫിനാൻസ് ഉടമകളുമായ തെള്ളിയൂർ സ്വദേശി ഗോപാലകൃഷ്ണൻ നായർ, മകൻ ഗോവിന്ദ് G നായർ എന്നിവർ പോലീസിൽ കീഴടങ്ങിയിരുന്നു. എന്നാൽ കേസിലെ 2ഉം 4ഉം പ്രതികളായ ഗോപാലകൃഷ്ണൻ നായരുടെ ഭാര്യ സിന്ധു G നായർ, മരുമകൾ ലക്ഷ്മി G നായർ എന്നിവർ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെ പിടികൂടണം എന്നാവശ്യപ്പെട്ടാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഗോപാലകൃഷ്ണൻ നായരും ഗോവിന്ദും ഫെബ്രുവരി 22-നാണ് പോലീസിൽ കീഴടങ്ങിയത്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ 2 പ്രതികളെയും കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തിരുന്നു. അതിനിടെ മുൻകൂർ ജാമ്യം തേടി സിന്ധു G നായരും ലക്ഷ്മി G നായരും ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയെന്നാണ് സൂചന. ന്യൂസ് 18 പത്തനംതിട്ട. പോലീസ് പട്രോളിന് പോകുന്നത് പാലക്കാട് അട്ടപ്പാടിയിലേക്കാണ്. അട്ടപ്പാടിയിൽ 6 അംഗ നായാട്ടു സംഘത്തെ വനംവകുപ്പ് പിടികൂടി. റിഷാദ്, സോബി, സമീർ, മുഹമ്മദ് റാഫി, മുഹമ്മദ് മുസ്തഫ, സിജോ എന്നിവരാണ് പിടിയിലായത്. അട്ടപ്പാടി സമ്പാർക്കോട് വനത്തിൽ നിന്നാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത്. അട്ടപ്പാടി സാമ്പാർക്കോട് വനത്തിൽ നടത്തിയ പരിശോധനയിലാണ് റിഷാദ്, സോബി, സമീർ, മുഹമ്മദ് റാഫി, മുഹമ്മദ് മുസ്തഫ, സിജോ എന്നിവർ അടങ്ങുന്ന സംഘം പിടിയിലായത്. പ്രതികളുടെ പക്കൽ നിന്നും നിരവധി ആയുധങ്ങളും മൃഗങ്ങളുടെ മാംസാവശിഷ്ടങ്ങളും വനം വകുപ്പ് കണ്ടെടുത്തു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 6 പ്രതികളിൽ 4 പേർ മലപ്പുറം സ്വദേശികളും 2 പേർ അട്ടപ്പാടി സ്വദേശികളുമാണ്. പുള്ളിമാനിന്റെ 100 കിലോ ഇറച്ചിയും നാടൻ തോക്കും വനം വകുപ്പ് പിടിച്ചെടുത്തു. ഈ മാസം 2-ന് വയനാട് സുഗന്ധഗിരിയിൽ നിന്നും നായാട്ട് സംഘത്തെ പിടികൂടിയിരുന്നു. കോഴിക്കോട് സ്വദേശികളാണ് അന്ന് പിടിയിലായത്. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ സംഘം പിടിയിലാവുകയായിരുന്നു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വന്യമൃഗവേട്ട നടക്കുന്നത് താമരശ്ശേരി റേഞ്ചിന്റെ പരിധിയിലാണ്. ന്യൂസ് 18 പാലക്കാട്. പാമ്പുകളെ തോളിലിട്ട് സാഹസം കാണിച്ചാൽ അപകടമുണ്ടാകുമെന്ന കാര്യം മറക്കരുത്. ഒട്ടേറെ പേർക്ക് ഇങ്ങനെ പാമ്പുകടിയേറ്റിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപം മൂർഖൻ പാമ്പിനെ തോളിലിട്ട് സാഹസത്തിന് മുതിർന്ന ആൾക്കാണ് ഒടുവിൽ പാമ്പുകടിയേറ്റത്. കൊല്ലം പാരിപ്പള്ളി സ്വദേശി സുനിൽകുമാറിനെയാണ് പാമ്പ് കടിച്ചത്.
ചൊവ്വാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. മദ്യലഹരിയിലായിരുന്നു ഇയാളെന്ന് സംശയമുണ്ട്. ഗുരുവായൂർ വടക്കേ നടയിലെ സെക്യൂരിറ്റി ക്യാബിനടുത്ത് തിങ്കളാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു പാമ്പിനെ കണ്ടത്. സുരക്ഷാ ജീവനക്കാരും പോലീസും ചേർന്ന് പാമ്പിനെ ആളൊഴിഞ്ഞ ഭാഗത്തേക്ക് ഓടിച്ചുവിട്ടു. നാരായണാലയം ഭാഗത്തേക്ക് ഇഴഞ്ഞു നീങ്ങിയ പാമ്പിനെ സുനിൽകുമാർ പിടികൂടി സുരക്ഷാ ജീവനക്കാരുടെ സമീപത്തേക്ക് കൊണ്ടുവരികയായിരുന്നു. പോലീസും സുരക്ഷാ ജീവനക്കാരും പാമ്പിനെ മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇയാൾ തയ്യാറായില്ല. അരമണിക്കൂറോളം പാമ്പുമായി സാഹസ പ്രകടനം നടത്തുന്നതിനിടെയാണ് കടിയേറ്റത്. പാമ്പ് കടിച്ചയുടൻ സുനിൽകുമാർ പാമ്പിനെ സെക്യൂരിറ്റി ക്യാബിന് നേരെ വലിച്ചെറിഞ്ഞു. ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. രാവിലെ 6 മണിയോടെ പാമ്പ് പിടുത്തക്കാരെത്തി പിടികൂടിയ മൂർഖനെ പിന്നീട് വനം വകുപ്പിന് കൈമാറി. ന്യൂസ് 18 തൃശൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട്ടിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടിക്കെതിരെ നഗ്നതാ പ്രദർശനം നടത്തിയ യുവാവ് പിടിയിൽ. മലപ്പുറം നിലമ്പൂർ സ്വദേശി എ ഷജീറിനെയാണ് മേപ്പാടി പോലീസ് പിടികൂടിയത്. വയനാട്ടിൽ നാടൻ തോക്കുമായി യുവാവ് പിടിയിൽ. മാനന്തവാടി സ്വദേശി ബാലചന്ദ്രനെയാണ് മേപ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ ജയിലിൽ പ്രതികളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാൻ പദ്ധതിയിട്ട കേസിൽ NIA റെയ്ഡ്. 7 സംസ്ഥാനങ്ങളിലായി 17 സ്ഥലങ്ങളിലാണ് റെയ്ഡ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ പ്രതിയെ പോലീസ് പിടികൂടി. കർണാടക രംഗപേട്ട് സ്വദേശി മുഹമ്മദ് റസൂൽ കദാരയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ദൈവത്തിൻ്റെ സ്വന്തം നാട് കാണാൻ വേണ്ടിയാണ് വിദേശികൾ കേരളത്തിലെത്തുന്നത്. എന്നാൽ ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാകും, ഇത് ചെകുത്താൻ്റെ നാടാണോ എന്ന്. ട്രെയിൻ യാത്രയ്ക്കിടെ വിദേശ വനിതയെ അപമാനിച്ചത് ആലപ്പുഴ ജില്ലാ ലോട്ടറി ഓഫീസറാണ്. തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസിലായിരുന്നു സംഭവം. യുവതിയുടെ പരാതിയിൽ തിരുവനന്തപുരം സ്വദേശി ക്രിസ്റ്റഫറിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രെയിനിൽ തൊട്ടടുത്തിരുന്ന വിദേശ വനിതയെയാണ് ക്രിസ്റ്റഫർ അപമാനിച്ചത്. ഇതേ തുടർന്ന് ട്രെയിൻ എറണാകുളത്തെത്തിയപ്പോൾ റെയിൽവേ പോലീസിൽ അവർ പരാതി നൽകുകയായിരുന്നു. ഇത്തരം ഞരമ്പ് രോഗികൾ കാരണം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് സ്വൈര്യമായി യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.